ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വയനാടാണുള്ളത്. വയനാട് ചുണ്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മേഫ്ലവർ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങളിവിടെ ഒരു 1 day സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ്. റൂമിൽ ഒന്ന് എത്തിയിട്ടേ ഉള്ളൂ, ചെക്കിൻ ആയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ചിന്തിച്ചത് ഒരു യൂട്യൂബ് വീഡിയോ എടുത്താലോ, ഒരു യൂട്യൂബിലിടാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ റൂമും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൂം കാണാം. കമോൺ ഗൈസ്. റൂമിന്റെ എൻട്രി തന്നെ അമേസിങ് ആണ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വ്യൂ തന്നെ മതി നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ചധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാം, തേയിലത്തോട്ടങ്ങളാണ് സ്റ്റാർട്ടിങ്ങിന്റെ ഇവിടെ തൊട്ടിട്ട് ഫുൾ താഴെ അറ്റം വരെ തേയിലത്തോട്ടങ്ങളാണ് ഉള്ളത്. നല്ല വെയിലാണ്. ഇപ്പോൾ ഒരു 3 o'clock ആവുന്ന സമയമാണ്, അതുകൊണ്ടാണ് നല്ല വെയിലാണ്. അപ്പൊ നമ്മള് റൂം ആദ്യം കാണിച്ചു തരാം, ഇതിന് തേയിലത്തോട്ടങ്ങൾ. വരൂ, നമുക്ക് റൂമിലേക്ക് പോകാം. റൂം എന്ന് പറയുന്നത് ഒരു കോമൺലി ഒരു സ്വീറ്റ് ബെഡ്റൂം ആണ്. അധികം ആർഭാടങ്ങളൊന്നുമില്ല, ചെറിയൊരു ബെഡ്റൂം. റൂമിന്റെ ഒരു ബെഡ് വരുന്നുണ്ട്, പിന്നെ ഒരു വിൻഡോ. പിന്നെ ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായി, അതുകൊണ്ടാണ് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞങ്ങൾ പരത്തി വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ ഉണ്ട്, നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേബിളിന്റെ അടുത്ത് തന്നെ രാവിലെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. ഈ മലയുടെ പേരെന്താന്ന് എനിക്ക് അറിയില്ല, എന്തായാലും അടിപൊളി ആയിരിക്കും രാവിലത്തെ വ്യൂ. പിന്നെ ഒരു TV വരുന്നുണ്ട്, ടേബിള്, പിന്നെ ഒരു ടീ മേക്കർ കാര്യങ്ങൾ, ടീ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഒരു ചെയർ വരുന്നുണ്ട് അവിടെ. ഞങ്ങൾ പാൻറ് ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഞാൻ നീന്തൽ പഠിക്കാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പം നീന്തൽ പഠിക്കാം, അത്ര കാര്യങ്ങളുള്ളൂ. ഞാൻ പൂള് പുറത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ആദ്യം റൂം ഫുള്ളായിട്ട് കാണിച്ചു തരാം. ടേബിൾ വരുന്നുണ്ട്, AC, ഫാൻ, പിന്നെ 2 ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിന്റെ സീലിംഗ് ആണ്. സീലിംഗിൽ വുഡിന്റെ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടുള്ളതാണ്. നല്ല അമേസിംഗ് ആണ്. എന്നുവെച്ചാൽ വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അഫ്കോഴ്സ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറയാം, നമ്മൾ ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇവിടെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് 1 day ഒന്ന് ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, ബെഡ് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഒരു വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂം മെയിൻലി ഒരു ബാത്റൂം, കോമൺലി ഷവർ ഏരിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാർഡ്രോബ്. പിന്നെ ഒരു മിറർ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇത് റൂമിന് തൊട്ട് മുന്നിൽ തന്നെയുള്ള വ്യൂ ആണ് വരുന്നത്. ഫുൾ തേയിലത്തോട്ടങ്ങൾ. ഇവിടെ 2 കോട്ടേജസ് ആണ് വരുന്നത്. ഒന്ന് നമ്മൾ നിൽക്കുന്ന കോട്ടേജും താഴെ തന്നെ ഒരു ഫാമിലിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പ്രൈവസി ആണ്. കൂടുതൽ പേരൊന്നും ഇല്ലാതെ, ആളും ബഹളവും ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഒരു 1 day സ്റ്റേ ചെയ്ത് പോവാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്. അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാം, വേണ്ടവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. അവിടെ നമുക്കൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിത്തെ ഡിന്നറും നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇത് രാവിലത്തെ വ്യൂ ആണ്.